ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ കോമേഴ്സ് ക്ലാസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിൻ്റെ ഒക്കെ വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അത് സജസ്റ്റ് ചെയ്യുക. ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ, രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കും. അതിനുശേഷം അതിൽ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആസ്പെക്ട്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യും. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവോൾവ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്സ് എബ്രോഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. നമ്മൾ ഫണ്ട്സ് മറ്റ് രാജ്യങ്ങളിൽ, ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിന്? ഫിനാൻഷ്യൽ റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ട്, ഫിനാൻഷ്യൽ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫണ്ട്സ് ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ കൺട്രീൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് മറ്റെവിടെയോ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ. It is the investment made by a person resident outside India in capital instruments of an Indian company or to the capital of an LLP. ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെയോ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻസിലേക്ക് ഇന്ത്യക്ക് പുറത്ത് മറ്റേതോ രാജ്യത്ത് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സിംപ്ലി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ കൺട്രിയിലല്ല, മറ്റൊരു ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫണ്ട്സ്, ഫിനാൻഷ്യൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. അതിനെയാണ് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പറയുമ്പോൾ, ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആരാണ്? ഇന്ത്യക്ക് പുറത്ത് മറ്റെവിടെയോ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എവിടെ? ഇൻ ദ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി ഓർ ടു ദ ക്യാപിറ്റൽ ഓഫ് ആൻ LLP. ഇന്ത്യയിലെ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെയോ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻസിൽ ഇന്ത്യക്ക് പുറത്ത് മറ്റെവിടെയോ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. നമുക്ക് രണ്ടിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പലയിടങ്ങളിൽ കാണാൻ സാധിക്കുമെങ്കിലും നമ്മൾ പൊതുവായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്. വൺ ഇസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദി അനദർ വൺ ഇസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ foreign investment can be generally classified into two types. One is foreign direct investment and the other one is the foreign portfolio investment. ആദ്യം നമുക്ക് FDIയുടെയും FPIയുടെയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന സ്ലൈഡ്സിൽ നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. FDI എന്നും FPI എന്നും. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും. അതിൽ ആദ്യം തന്നെ FDI എന്താണെന്ന് നോക്കാം. FDI എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ത്രൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് FDIയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇന്ത്യക്ക് പുറത്ത് മറ്റേതോ കൺട്രിയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ആൻ അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. അൺലിസ്റ്റഡ് ആയിട്ടുള്ള, ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ കമ്പനിയിലാണ് ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ ഇറ്റ് ഈസ് FDI. ഇനി ഓർ 10% ഓർ മോർ ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. ഇനി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ 10% തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ ഇറ്റ് ഈസ് FDI. അപ്പോൾ FDI എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ത്രൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയാണ് ചെയ്തിരിക്കുന്നത്. പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇന്ത്യക്ക് പുറത്ത് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ ഇൻ ആൻ അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി, ഒരു അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് FDI. ഇനി ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയിൽ അത് FDI ആവണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? 10% ഓർ മോർ ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കണം. അപ്പോൾ FPI എന്താണെന്ന് ഇനി നോക്കാം. അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കാം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്.
ഇന്ത്യക്ക് പുറത്ത് റെസിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലെസ് ദാൻ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ 10%-നെക്കാട്ടി കുറവായിരിക്കും. അൺലിസ്റ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് FDI നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, FDIയുടെ കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ FPI ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് റെസിഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലെസ് ദാൻ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10%-നെക്കാട്ടി കുറവാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്, എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്ന? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 10% സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവും. എന്തായാലും ഫോർ ദ ടൈം ബീയിങ് ഇപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ജനറലായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു, FDI ആൻഡ് FPI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ത്രൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ കൂടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ചെയ്യുന്നത്. അത് 2 കണ്ടീഷൻസ് ഉണ്ട്. ഇൻ ആൻ അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് FDI ആണ്. ഒരു അൺലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിൽ ഇറ്റ് ഈസ് FDI. ആൻഡ് ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി 10% ഓർ മോർ ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് FDI ആവണമെന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10%-ന് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കണം. ആൻഡ് FPI നമ്മൾ പറയുകയാണെങ്കിൽ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലെസ് ദാൻ 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10%-നെക്കാട്ടി താഴെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് FPI. അടുത്ത നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മീനിങ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം എ പാർട്ടി ഇൻ വൺ കൺട്രി ഇൻ ടു എ കമ്പനി ഇൻ അനദർ കൺട്രി വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്. അതായത് FDI എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം എ പാർട്ടി ഇൻ വൺ കൺട്രി, ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാണ്. എങ്ങോട്ടേക്കാണ്? ഇൻ ടു എ കമ്പനി ഇൻ അനദർ കൺട്രി, മറ്റൊരു രാജ്യത്തുള്ള ഒരു കമ്പനിയിലേക്ക് വേറൊരു രാജ്യത്തുള്ളൊരു പാർട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം എ പാർട്ടി ഇൻ വൺ കൺട്രി ഇൻ ടു എ കമ്പനി ഇൻ അനദർ കൺട്രി വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്. ലാസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടി ഒരു രാജ്യത്തുള്ള ഒരു പാർട്ടി മറ്റൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എ കൺട്രോളിംഗ് ഓണർഷിപ്പ് ഇൻ എ ബിസിനസ് ഇൻ വൺ നേഷൻ ബൈ ആൻ എൻറ്റിറ്റി ബേസ്ഡ് ഇൻ അനദർ നേഷൻ. അതായത് ഇത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് എ കൺട്രോളിംഗ് ഓണർഷിപ്പ് ഇൻ എ ബിസിനസ്, മറ്റൊരു രാജ്യത്തെ ബിസിനസ്സിലെ ഓണർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ FDIയുടെ മീനിങ് പറഞ്ഞപ്പോൾ 2 ടേംസ് നമ്മളവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റും കൺട്രോളും. ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റും എലമെൻറ്റ് ഓഫ് കൺട്രോളും എന്താണെന്നാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ആൻ FDI ഇഫ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് FDI ആവാം, FPI ആവാം. പക്ഷേ ഇത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് FDI ആണെന്ന് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ്? ഒരു ലാസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ്, നിലനിൽക്കുന്ന ഒരു ഇൻട്രസ്റ്റ്, ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ്. എ ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വെൻ ദ ഇൻവെസ്റ്റർ ഒബ്റ്റെയിൻസ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ വോട്ടിംഗ് പവർ ഇൻ എ ഫേം. അതായത് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന എപ്പോഴാണ്? ഇൻവെസ്റ്റർ കുറഞ്ഞത് 10% വോട്ടിംഗ് പവർ ആ സ്ഥാപനത്തിൽ, അത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒബ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് ലാസ്റ്റിംഗ് ഇൻട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയി എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതാണ് 10%-ൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത്. അടുത്തതാണ് എലമെൻറ്റ് ഓഫ് കൺട്രോൾ. അനദർ കീ എലമെൻറ്റ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദി എലമെൻറ്റ് ഓഫ് കൺട്രോളിങ് ഓണർഷിപ്പ് എന്നൊരു ടേം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ എലമെൻറ്റ് ഓഫ് കൺട്രോളും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ വ്യത്യസ്തമാക്കുന്നൊരു കീ എലമെൻ്റാണ്. അപ്പോൾ
എന്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കീ എലമെൻ്റാണ് എലമെൻറ്റ് ഓഫ് കൺട്രോൾ. ഇറ്റ് റെപ്രസെൻറ്റ്സ്, അതായത് ഈ എലമെൻറ്റ് ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻഷൻ ഓഫ് ആക്റ്റീവ്ലി മാനേജിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഫോറിൻ ഫേം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഫോറിൻ ഫേമിൻ്റെ ഓപ്പറേഷൻസിനെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഒക്കെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഉള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ആ ഇൻറ്റൻഷനെയാണ് നമ്മൾ കൺട്രോൾ എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ മേജർ എലമെൻറ്റ് വിച്ച് ഡിഫറൻഷിയേറ്റ് FDI ഫ്രം ദി FPI, where the investor passively holds securities and other financial assets with the goal of creating a quick return on his money. അപ്പോൾ ഈ എലമെൻറ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു മെയിൻ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറാണ്. FDIയെ FPIയിൽ നിന്നും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്റ്റാണ് ഈ എലമെൻറ്റ് ഓഫ് കൺട്രോൾ. എലമെൻറ്റ് ഓഫ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റൻഷനാണ്. എന്തിനുള്ള ഇൻറ്റൻഷനാണ്? ആക്റ്റീവ്ലി മാനേജിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഫോറിൻ ഫേം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഫേമിൻ്റെ ഓപ്പറേഷൻസിനെ ആക്റ്റീവ്ലി മാനേജ് ചെയ്യാനും ഓപ്പറേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുമുള്ള ആ ഒരു ഇൻറ്റൻഷനാണ് നമ്മൾ എലമെൻറ്റ് ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മേജർ എലമെൻ്റാണ്, അതായത് ഈ എലമെൻറ്റ് ഓഫ് കൺട്രോളാണ് FDIയെ FPIയിൽ നിന്നും വ്യക്തമായിട്ട് വേർതിരിക്കുന്ന ഒരു ഫാക്ടർ. ഈ FPIയിൽ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഇൻവെസ്റ്റർ ആക്റ്റീവ് അല്ല, പാസീവാണ്. പാസീവ്ലി ഹോൾഡ്സ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അസറ്റ്. സെക്യൂരിറ്റീസും മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സും അയാൾ പാസീവ്ലി ഹോൾഡ് ചെയ്യുകയാണ്, ആക്റ്റീവ്ലി അല്ല. അതായത് പാസീവ്ലി ഹോൾഡ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ അസറ്റ് വിത്ത് ദ ഗോൾ ഓഫ് ക്രിയേറ്റിംഗ് എ ക്വിക്ക് റിട്ടേൺ ഓൺ ഹിസ് മണി. അവിടെ ഇൻറ്റൻഷൻ ഇല്ല ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും. ഫോറിൻ ഫേമിൻ്റെ പ്രവർത്തനങ്ങളെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഇല്ല. അവിടെ ജസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ക്വിക്ക് റിട്ടേൺ, ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പുറത്ത് ക്വിക്ക് റിട്ടേൺ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പാസീവായിട്ട് സെക്യൂരിറ്റീസ് മറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സും ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് FPIയിൽ. FDI may be made either inorganically or organically. ഇനോർഗാനിക് വേയിലും ഓർഗാനിക് വേയിലും FDI ചെയ്യാമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനോർഗാനിക്കായിട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടാർഗറ്റ് കൺട്രിയിലെ ഒരു കമ്പനിയെ നമ്മൾ ബൈ ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ബൈ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് FDI നമ്മൾ ഇനോർഗാനിക് വേയിൽ ചെയ്തു എന്ന് പറയും. ബൈ ബൈയിങ് എ കമ്പനി ഇൻ ദ ടാർഗറ്റ് കൺട്രി. നമ്മൾ ടാർഗറ്റ് ചെയ്ത കൺട്രിയിലുള്ള അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്പനിയെ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ FDI ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള FDIനെ നമ്മൾ ഇനോർഗാനിക് വേയിലൂടെ ചെയ്തതാണെന്ന് പറയും. ഇനോർഗാനിക്കലി ആയിട്ടുള്ളതാണ് ആ FDI. അങ്ങനെയല്ല, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് നമ്മുടെ ഓപ്പറേഷൻസ്. നമുക്ക് നമ്മുടെ ഹോം കൺട്രിയിൽ നിലവിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് മറ്റൊരു രാജ്യത്തേക്ക് കൂടി, ടാർഗറ്റ് കൺട്രിയിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് FDI നമ്മൾ ചെയ്തേക്കുന്നത് ഓർഗാനിക് വേയിലാണെന്ന് പറയും. സോ FDI മേ ബി മെയ്ഡ് ഇനോർഗാനിക്കലി ഓർ ഓർഗാനിക്കലി. FDI മേ ബി മെയ്ഡ് ഇനോർഗാനിക്കലി ബൈ ബൈയിങ് എ കമ്പനി ഇൻ ദ ടാർഗറ്റ് കൺട്രി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്ന കൺട്രിയിലുള്ള ഒരു കമ്പനിയെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കമ്പനിയെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയല്ല, നമ്മുടെ ഹോം കൺട്രിയിലെ ആക്ടിവിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യാതെ അതിന് പകരം അവിടെയുള്ളൊരു കമ്പനിയെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ FDI ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വേനെ നമ്മൾ ഇനോർഗാനിക് വേയിലൂടെ FDI ചെയ്യുന്നു എന്ന് പറയും. സോ FDI മേ ബി മെയ്ഡ് ഇനോർഗാനിക്കലി ബൈ ബൈയിങ് എ കമ്പനി ഇൻ ദ ടാർഗറ്റ് കൺട്രി. എന്നാൽ FDI മേ ബി മെയ്ഡ് ഓർഗാനിക്കലി ബൈ എക്സ്പാൻഡിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ് ഇൻ ദാറ്റ് കൺട്രി. നമ്മുടെ ഹോം കൺട്രിയിലെ നിലവിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺട്രിയിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ FDI ചെയ്യുവാണെങ്കിൽ അത് ഓർഗാനിക് വേയിലാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ FDI മേ ബി മെയ്ഡ് എയ്തർ ഇനോർഗാനിക്കലി ഓർ ഓർഗാനിക്കലി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ കോമൺലി മെയ്ഡ് ഇൻ ദി ഓപ്പൺ എക്കോണമീസ്. കോമൺ ആയിട്ട് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തപ്പെടുന്ന കൺട്രീസ് അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥകളെന്ന് പറയുന്നത് ഓപ്പൺ എക്കോണമീസ് ആണ്. അപ്പം നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ ഈ മീനിങ് പഠിച്ചിട്ടുണ്ട് ഓപ്പൺ എക്കോണമി എന്താണെന്ന്. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട്, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻ ഉള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പൺ എക്കോണമി ഈസ് ആൻ എക്കോണമി വിച്ച് ഹാസ് ട്രേഡ് റിലേഷൻ അല്ലെങ്കിൽ എക്കണോമിക് റിലേഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതായത് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്കണോമിക് റിലേഷൻസ്, അതായത് ട്രേഡ് റിലേഷൻസ് ഉള്ള എക്കോണമീസിനെയാണ് നമ്മൾ ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ കോമൺലി മെയ്ഡ് ഇൻ ഓപ്പൺ എക്കോണമീസ്. The reason is it is the open economies which offer skilled workforce and above average growth prospects for the investors as opposed to tightly regulated closed economies. ഈ
ഓപ്പൺ എക്കോണമീസിൽ കൂടുതലായിട്ടും FDI നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓപ്പൺ എക്കോണമീസ് ആണ് സ്കിൽഡ് വർക്ക് ഫോഴ്സിനെയും മാത്രമല്ല എബോവ് ആവറേജ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രോസ്പെക്റ്റും ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓഫർ ചെയ്യുന്നത് ഈ ഓപ്പൺ എക്കോണമീസ് ആണ്. ഇൻ കോൺട്രാസ്റ്റ്, അതായത് നമ്മൾ ക്ലോസ്ഡ് എക്കോണമി ടൈറ്റായിട്ട് റെഗുലേറ്റ് എന്ന് വെച്ചാൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യപ്പെടുന്ന ക്ലോസ്ഡ് എക്കോണമീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പൺ എക്കോണമീസ് ആണ് സ്കിൽഡ് വർക്ക് ഫോഴ്സും എബോവ് ആവറേജ് ഗ്രോത്ത് പ്രോസ്പെക്റ്റും ഓഫർ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോമൺ ആയിട്ടും ഓപ്പൺ എക്കോണമീസിൽ കൂടുതൽ നടക്കുന്നത്. അപ്പം ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ എക്കോണമിയുടെ മീനിങ് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലോസ്ഡ് എക്കോണമിയുടെ മീനിങ് നമുക്ക് മനസ്സിലാവും. ക്ലോസ്ഡ് എക്കോണമി ഈസ് ആൻ എക്കോണമി വിച്ച് ഹാസ് നോ എക്കണോമിക് റിലേഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതായത് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്കണോമിക് റിലേഷൻ ഒന്നും ഇല്ലാത്ത, ട്രേഡ് റിലേഷൻ ഇല്ലാത്ത എക്കോണമീസിനെ, സമ്പദ് വ്യവസ്ഥകളാണ് നമ്മൾ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അത് ടൈറ്റ്ലി റെഗുലേറ്റഡ് ആയിരിക്കും. സ്ട്രിക്ട്ലി കൺട്രോൾ ആയിട്ടുള്ള അങ്ങനത്തെ എക്കോണമീസിനെ കാട്ടിയും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്യുന്നത് ഓപ്പൺ എക്കോണമീസ് ആണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഓപ്പൺ എക്കോണമീസിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ ഓൾ മോഡേൺ എക്കോണമീസ് ആർ ഓപ്പൺ എക്കോണമീസ്. മോഡേൺ സമ്പദ് വ്യവസ്ഥകൾ ഒട്ടുമിക്കതും ഓപ്പൺ എക്കോണമീസ് തന്നെയാണ്. FDI സീരീസിലെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയുള്ള തുടർന്നുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.